നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ രാഷ്ട്രീയപരമായിട്ടും ജാതീയപരമായിട്ടും ഒക്കെ തന്നെ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ വിമർശനങ്ങൾ, അധിക്ഷേപ കമന്റുകൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവയോടുള്ള ആ കമന്റുകൾക്കുള്ള മറുപടിയാണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പുതിയ യൂട്യൂബേഴ്സ് ഉള്ള ആളുകളോടാണ് പറയുന്നത്. ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അവരിപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല. ചോദിച്ചപ്പോൾ പറയുന്നത് അവർക്കൊരു മോട്ടിവേഷൻ ഇല്ല, ആരും മോട്ടീവ് ചെയ്യുന്നില്ല, കമന്റുകളൊന്നും വരുന്നില്ല, അതുകൊണ്ട് നിർത്തി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ വീഡിയോസുകൾ ചെയ്യുന്നില്ല. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അവരോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഏതായാലും കമന്റുകൾക്കുള്ള മറുപടി പറയാം. കമന്റുകൾ സ്വാഭാവികമായിട്ടും എല്ലാ യൂട്യൂബേഴ്സും കേൾക്കുന്ന ഒരു കമന്റ് തന്നെയാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ, വല്ല പണിക്കുമ്പോടാ എന്നുള്ളതാണ്. സാർ, ഇത് വലിയൊരു പണിയാണ്. ഇത് ചില്ലറ ഒരു നിസാരമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പണിയല്ല. എല്ലാ ദിവസവും ഓരോ കണ്ടന്റ് അല്ലെങ്കിൽ ഓരോ വിഷയം വെച്ച് സംസാരിക്കുക എന്നുള്ളത്, അത് എഡിറ്റ് ചെയ്യണം, അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ ജോലിയൊന്നും അല്ല. അത് ഒത്തിരി റിസ്ക് ഉള്ള ജോലിയാണ്. അത് നന്നായി അറിവോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ ശബ്ദം, നമ്മൾ ഓഡിയോ ക്രമീകരിക്കുന്ന രീതികൾ ഒക്കെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊക്കെ ഒരു കുറേ നാളത്തെ പഠനം ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ പറയുന്നത് പക്ക ഊളത്തരമായിരിക്കും, പക്ഷേ അത് അങ്ങനെ ഒരു പ്രോസസ്സ് നിങ്ങളുടെ മുന്നിലേക്ക്, അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ബാക്കിൽ വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രിയ ആ സഹോദരനോട് പറയാനുള്ളത് ഇത് തന്നെയാണ് എൻ്റെ ജോലി. അപ്പോൾ തൽക്കാലം ഞാൻ വേറൊരു ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി അറിയിക്കുന്നു. മറ്റേത് അതിശക്തമായ രൂക്ഷമായ അധിക്ഷേപമായ കുറേ കാര്യങ്ങളാണ്. അതായത് ഞാൻ പല ജീനുകൾക്ക് ജനിച്ചവനാണ്, എനിക്ക് അപകർഷതാബോധമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഈ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇതൊക്കെ അപകർഷതാബോധത്തിൻ്റെ ഭാഗമായി പറയുന്നതാണ്. അങ്ങനെ വിചാരിക്കുന്നവരങ്ങനെ വിചാരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവരോട് പറയാനുള്ളത്, നിങ്ങളത് പറയാൻ ഉണ്ടായ ഒരു കാര്യം, ഞാൻ ശ്രീനാരായണ ഗുരുവിനെ പരാമർശിച്ചത് കൊണ്ടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ കേരളം എന്ന് ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ പുറത്താണ് എന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞാനത് പറയാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഞാൻ ആ പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊരാളും അയാളുടെ ഫീലിങ്സ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതൊരു വലിയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു ജാതിയോ മൊത്തമായി അധിക്ഷേപിക്കുന്നതല്ല. ഇനിയിപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഉത്തരവാദി ആ ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇത്രയും SNDP ആയാലും NSS ആയാലും അത്തരമുള്ള ആളുകൾ സമൂഹത്തിൽ പച്ചയ്ക്ക് വന്ന് പറയുന്ന ഒരു ജാതീയത ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിനെ മാനിക്കുന്ന രീതിയിലെങ്കിലും അവരെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന ജാതീയമായി വർക്ക് ചെയ്യുന്നവർക്ക് പറ്റണം. അപ്പോൾ അങ്ങനെ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നോർമലി ആളുകൾ പല രീതിയിലും റിയാക്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അനുഭവം, നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന രീതിയിലുണ്ടായ ആ ഒരു അനുഭവം. അപ്പോൾ അന്ന് ഈ യൂട്യൂബില്ല, അല്ലെങ്കിൽ ഇതുപോലെ പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. നമുക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ സുഹൃത്തുക്കളിൽ പലരും ഈ ഇത്തരം ജാതീയമായി ചിന്തിക്കുന്നവരായതുകൊണ്ട് അവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നോ നമുക്ക് തിരിച്ചൊരു മറുപടി ഉണ്ടാവുമെന്നോ നമ്മൾ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായില്ല. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ അത്രയും ശക്തമായി അതിനെ വിമർശിച്ചപ്പോൾ എന്നെ വീണ്ടും വിമർശിക്കുകയാണ്. ഞാൻ വിമർശനം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടൊരു കമന്റ് ഇട്ടത്. അദ്ദേഹത്തിനെ ദൈവം രക്ഷിക്കട്ടെ, അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം അത്തരം കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ആരാണെങ്കിലും നമ്മുടെ ഇതുപോലത്തുള്ളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ളൊരു മനോഭാവം നിങ്ങളുടെ വർഗീയത മാറ്റിവെച്ച് ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത്.
എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതകാലം മൊത്തം അത്തരം ഒരു ആളുകളെ എതിർക്കാനും അതിനെ ശക്തമായി ഇല്ലാതാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദികളൊന്നുമല്ല. നമ്മൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ ജസ്റ്റ് ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. അത് പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. തിരിച്ച് അതിനെ റിയാക്ട് ചെയ്യാനും എന്നെ തെറി വിളിക്കാനും നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ട്. അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ നിയമപരമായി എന്തെങ്കിലും ലംഘനം നടത്തിയിട്ടല്ല ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. ഞാൻ എന്ത് പറയണമെന്നും ഞാൻ എന്ത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇത് നിയമപരമല്ലാതെ ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനത്തെ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി നാളെയും പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിൽ ഏതൊരാൾക്കും ഏതൊരു കാര്യത്തെക്കുറിച്ച് വിമർശിക്കാനും ഒരു ചെറിയ രീതിയിൽ അതിനെ ഏതൊക്കെ രീതിയിൽ വിമർശിക്കാനുമുള്ള, ഏതൊരു കാര്യത്തെക്കുറിച്ച് വിമർശിക്കാനുള്ള അധികാരവും അവകാശവും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, അപകർഷതാബോധം ആണ് എനിക്ക് എന്ന് പറയാനുള്ളവരോട് നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കുക. ഞാൻ എൻ്റെ അപകർഷതാബോധമായി തന്നെ ജീവിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് എന്നതാണ്. പിന്നെ കുറേ കമൻറ്റുകൾ മറ്റു പല രീതിയിലാണ്. ഞാനൊരു തീവ്രവാദിയാണ്, നിഷ്പക്ഷമായിട്ട് തീവ്രവാദം പറയുന്ന ഒരു മത തീവ്രവാദിയാണ് എന്നുള്ളതാണ്. എനിക്ക് ആ സഹോദരനോട് പറയാനുള്ളത്, ഞാനൊരു മത തീവ്രവാദിയാണ് എന്ന് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് തോന്നിയത് എന്ന് എനിക്കറിയില്ല. ഞാൻ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളെ കുറിച്ചിട്ടും ഹിന്ദുക്കളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ അടക്കം ഇത്ര വിമർശിച്ച ഒരു ഹിന്ദു ആയ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ഞാൻ എടുക്കുമ്പോഴും അതിനെ വളരെ വ്യക്തമായി വിമർശിക്കേണ്ട ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കും. അതിനെ മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ ആണെങ്കിൽ പിന്നെ ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ നബിയെയോ അല്ലെങ്കിൽ ക്രിസ്തുവിനെയോ മഹാവിഷ്ണുവിനെയോ ഒക്കെ തന്നെ ഞാൻ ചിലപ്പോൾ വിമർശിച്ചെന്നിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഞാൻ വർഗീയവാദിയാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ എന്തായാലും ഇതുപോലെയുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ, ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ തീർത്തും സന്തോഷവാനാണ്. അത് ഏത് കമൻ്റാണെങ്കിലും, എന്നെ ചീത്ത വിളിക്കുന്ന കമൻ്റാണെങ്കിലും, എന്നെ നല്ലത് പറയുന്ന കമൻ്റാണെങ്കിലും. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ വെച്ച് നോക്കിയപ്പോൾ എന്നെ നല്ലത് പറയുന്ന വളരെ ചുരുക്കം കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറേ പേർക്ക് ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയായി അനുഭവപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഇറിറ്റേഷൻ ആവുന്നവർക്ക് പറയാനുള്ളത്, ആ ഇറിറ്റേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ സമൂഹമാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഇറിറ്റേഷൻ ആവുന്ന പല കാര്യങ്ങളും ഭൂരിഭാഗം വരുന്ന മതവിഭാഗത്തിലുള്ള ആളുകളും ജാതീയമായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ചെയ്തു കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊന്നുമില്ലാതെ നല്ല രീതിയിൽ മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അവരുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടും ഒരു മൗനമായ രീതിയിലെങ്കിലും എന്നെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ എല്ലാവിധ പിന്തുണയും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരോടും ഞാനൊരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനി പറയാനുള്ളത് എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോടോ അല്ലെങ്കിൽ പകുതി വെച്ച് നിന്ന യൂട്യൂബേഴ്സിനോടാണ്. ഞാൻ പറയാൻ പോകുന്നത് ഒരു 30 വയസ്സ് കഴിഞ്ഞ യൂട്യൂബേഴ്സ്, നിങ്ങൾ പല രീതിയിലും നിങ്ങൾ പല രീതിയിലും തളർന്നു പോയിട്ടുണ്ടാവാം. ചെയ്യുന്ന വീഡിയോസുകൾക്ക് വ്യൂ ഇല്ല, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ രാത്രിയും പകലും ഒരുപാട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അതിനെ ഒരു ഫ്രെയിമിലാക്കി അത് ഔട്ടിറക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന്
എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊക്കെ മാറ്റി വയ്ക്കുക. ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. നിങ്ങൾ കണ്ടിന്യൂസ്ലി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ദിവസം വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുക, ദിവസം വീഡിയോ ചെയ്യുക, ഷോർട്സ് ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് രാഷ്ട്രീയപരമാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലിയിലുള്ള ആളുകൾ എന്ത് വിചാരിക്കും ഞാൻ രാഷ്ട്രീയം പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ തുറന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ളത് വെട്ടിത്തുറന്ന് വളരെ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ പറയുക. ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിലും നിങ്ങളിലുള്ള അറിവിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അത് നിങ്ങളെ അറിയുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കുന്നവർ അത് തീർച്ചയായിട്ടും കേൾക്കും. അപ്പോൾ അങ്ങനെ ഏതൊരു വ്യക്തിയും ഒറ്റയ്ക്കല്ല. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു 10 പേരെങ്കിലും നിങ്ങളെ പോലെ ചിന്തിക്കുന്നവർ ഉണ്ടാവും. അവരിലേക്ക് നിങ്ങളെ വീഡിയോ എത്തുന്ന ഒരു ടൈം ഉണ്ടാവും. അതുവരെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒന്നും മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്ത ഭയങ്കരമാണ്. എസ്പെഷ്യലി നമ്മൾ ഇതുപോലെ ഒരു സബ്ജക്റ്റ് ചെയ്യുമ്പോഴും അയ്യോ അതെന്ത്, ഏറ്റവും അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ നമ്മളെ അവർ തെറി വിളിക്കും, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് പേര് ചീത്ത വിളിക്കും. ഇതിലപ്പുറം ഈ നാട്ടിലൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പിടിച്ച് ജയിലിലിടും. ഇതിനൊക്കെ നമ്മൾ തയ്യാറായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതായത് നമ്മൾ മോശം പറയണം എന്നല്ല പറയണം. ബൈ ചാൻസ് നമ്മുടെ നാവുമെന്ന് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ വന്നാൽ പോലും നമുക്കത് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണെങ്കിൽ മാറ്റുക. അല്ലെങ്കിൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ധൈര്യമായി തന്നെ അത് മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ഒരു സമൂഹം തന്നെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞ ഒരു ഏജ് നിങ്ങൾ നോക്കണം. ഇവിടെ ഒരു 30-34 വയസ്സൊക്കെ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, രാഷ്ട്രീയപരമായിട്ട് വെച്ച് കീറിക്കോളൂ. ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ കമൻറ്റ് ചെയ്യുന്നവർ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ മുമ്പും എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയൂ എന്നുള്ളത്, ഇങ്ങനെ പറയൂ, ലൈക്ക് അടിക്കൂ എന്നുള്ളത് ഒന്നും ഞാൻ പറയാറില്ല. അത് ഇനി അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം നിങ്ങൾ അടിക്കുന്ന നിങ്ങൾ അടിക്കുന്ന ഒരു ലൈക്ക്, ആ ലൈക്ക് ബട്ടൺ നിങ്ങൾ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും നിങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ളതാവണം എന്നെനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അതിനകത്ത് ഇപ്പോൾ യൂട്യൂബിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇത്രയും ലൈക്കിന് ഇത്രയും കാശ് കിട്ടുന്നോ അങ്ങനെയൊന്നും ചിന്തിക്കണില്ല. അല്ലെങ്കിൽ ഇത്രയും ലൈക്ക് കാണുമ്പോഴാണ് കൂടുതൽ ആളുകൾ അത് കാണുന്നത് എന്നുള്ള രീതിയിൽ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ലൈക്ക് അടിക്കുന്ന ഒരാളെങ്കിലും ഉള്ളെങ്കിൽ ആ ഒരാൾ മാനസികമായിട്ട് അയാൾ അറിഞ്ഞ് ലൈക്ക് അടിക്കണം എന്നുള്ളത് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കാത്തത്. തീർച്ചയായിട്ടും ഈ 2.5 വർഷത്തിനുള്ളിൽ എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടാവുന്നു. ഒത്തിരി പേര് അങ്ങനെ ലൈക്ക് അടിക്കുന്നു, കമൻറ്റ് ചെയ്യുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷവും നിങ്ങൾ തരുന്ന ആ സപ്പോർട്ടുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇനിയും ഇതുപോലെയുള്ള വിമർശനങ്ങൾ നടത്തും. എൻ്റെ മാനസികമായിട്ട് വരുന്ന ഫീലിങ്സുകൾ ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്യും. അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.